സ്വപ്ന വന്നില്ല. എന്ത് സ്വപ്ന ഇന്നും വന്നില്ലെന്ന്. ഇല്ല. എന്തിടി സ്വപ്ന വന്നില്ലെന്ന് ചോദിച്ചാണ്. എടാ കണ്ണേട്ടൻ ചോദിക്കുന്ന സ്വപ്ന വന്നില്ലേന്ന്. ഒരു കാര്യം ഒന്നുമില്ല. നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നമില്ലേ? പ്രശ്നമൊന്നുമില്ല, പക്ഷെ എന്നാലും ഒരു കൺഫ്യൂഷൻ. അപ്പൊ ഞാൻ വല്ല ഹെൽപ്പും ചെയ്യണോ? അയ്യോ വേണ്ടായേ. എന്താണ് കണ്ണേട്ടാ? പഞ്ചറായ വണ്ടി പോലെ വഴിയിലായി നീ കിടന്ന് സ്റ്റെപ്പിനില്ല വണ്ടിയാണ് കണ്ണേട്ടാ, നീ സ്റ്റെപ്പിനില്ല വണ്ടിയാണ് കണ്ണേട്ടാ. കണ്ണേട്ടോ 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 കണ്ണേട്ടാ, കണ്ണേട്ടാ സ്വപ്നം വന്നിട്ടുണ്ട്. കല്ലറയ്ക്കുള്ള റൂമിലുണ്ട്. ശുഭകാര്യം പറയുമ്പോൾ അല്പം മധുരം കഴിച്ചിട്ടാവാം. ഇതാ കണ്ണ. പറഞ്ഞോളൂ. ദർശൻ, ദർശൻ ഇതാ കണ്ണൻ. ഹലോ കണ്ണൻ. സ്വപ്നയ്ക്ക് കണ്ണനെ കുറിച്ച് പറയുമ്പോൾ 1000 നാവാം. അതുകൊണ്ട് തന്നെ കണ്ണനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എനിക്കറിയാം. ഓ, പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇത് ദർശൻ, ആർജയ. ഇനി ആ ശുഭകാര്യം ദർശൻ തന്നെ പറഞ്ഞോളൂ. ഓക്കെ, ഞങ്ങളുടെ മാരേജ് ഫിക്സ് ചെയ്തു. ഇതേലിടു പോയിട്ടോ. വരില്ലേ കണ്ണ? പിന്നെ സ്വന്തം പെങ്ങളുടെ കല്യാണത്തിന് ആങ്ങളെ വരാണ്ടിരിക്കുക. കണ്ണൻ വാങ്ങിച്ചു കൊടുത്ത ഓരോ ഗിഫ്റ്റും അപ്പപ്പോ അവൾ എന്നെ കാണിക്കും. ഉള്ളത് പറയാലോ, അപാര സെലക്ഷൻസ് ആട്ടോ. ഇത് നോക്കി, ഈ സ്പെഷ്യൽ ഡേ തന്നെ അവൾ ഇട്ടിരിക്കുന്ന മാല കണ്ടോ? കണ്ണൻ വാങ്ങിച്ചു കൊടുത്ത മാലയാണ്. ഇതൊക്കെ ഇനിയും തുടരാട്ടോ. ഞാൻ വളരെ ഓപ്പൺ മൈൻഡ്. കഴിഞ്ഞ 2 വർഷമായിട്ട് കണ്ണൻ അയക്കുന്ന വോയിസ് നോട്ട് ഉൾപ്പെടെ എല്ലാ മെസ്സേജും ദർശന ആദ്യം കാണുന്നത്. ഞങ്ങൾ അതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. പിന്നെ അല്ലാണ്ട് ദർശൻ ഇതെല്ലാം മനസ്സിലാക്കുന്ന ഒരാളാ. അപ്പൊ വരട്ടെ വാമോളൂ. കണ്ണ, കല്യാണത്തിന് എല്ലാത്തിനും മുന്നില് കണ്ണൻ ഉണ്ടാവും. ഞാൻ ഇവന് വാക്കുകൊടുത്തു. വരില്ലേ കണ്ണ? അക്കു, ഇത് ഓഫായിടാ. ഒന്ന് അടിച്ചു നോക്കേ. എടാ ഇത് സ്റ്റാർട്ട് ആവണില്ല. 1 മിനിറ്റ്. പെട്രോൾ ഉണ്ടാവുള്ള അതിനകത്ത്. ഇനി നോക്ക്. ആ സക്സസ്. ഇത് എത്ര ദൂരം പോലെ ഇതുപോലെ സംസാരിച്ച് ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാൻ പറ്റുമോ? ഈ മൊബൈലിൽ എവിടം വരെ റേഞ്ച് ഉണ്ടോ അവിടം വരെ ഇതൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ബൈക്ക് എവിടെയാണുള്ളതെന്നും ഇതിനകത്ത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. എടാ പൊള്ളാലോ, നിന്നെ കണ്ടുപിടുത്തം. ഇത് ഞാൻ കണ്ടുപിടിച്ചൊന്നുമല്ല, ട്രിവാൻഡ്രത്തുള്ള ആദിർ ചന്ദ്രൻ എന്ന് പറഞ്ഞൊരു സ്റ്റുഡന്റ് കണ്ടുപിടിച്ചു. അതിന്റെ വേറൊരു വെർഷൻ ഞാൻ ഉണ്ടാക്കിയെന്നുള്ളൂ. അക്കു, ഇതില് മൊബൈൽ മാത്രം മതിയോ? വേറെന്തൊക്കെയാ കണക്ട് ചെയ്തിരിക്കുന്നത്? ഇതാണ് ആ കുന്ത്രാണ്ടം. നമ്മുടെ ഫോണിൽ നിന്നും അയക്കുന്ന SMS-കൾ ഈ കുന്ത്രാണ്ടത്തിലെത്തുമ്പോൾ ഇതിനകത്തുള്ള കാഥോഡ് സിസ്റ്റങ്ങൾ ഒരു റെക്ടിഫയർ പോലെ പ്രവർത്തിക്കുകയും തന്മൂലമുണ്ടാകുന്ന ബീറ്റാകിരണങ്ങൾ
ഒരു ചാലകത്തിലൂടെ സഞ്ചരിച്ച് ബീവറേജിലേക്ക് പോവായിരിക്കും അല്ലേ? എടാ ഒന്ന് പിടിച്ച അഗ്ഗു പ്ലീസ് പറഞ്ഞതാ എന്താന്ന്. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു ഫോൺ, 2 കപ്പാസിറ്റർ, ഒരു സെൻസർ. ഈ എക്യുപ്മെന്റിന്റെ ഒരറ്റം ബാറ്ററിയിലും മറ്റേ അറ്റം എഞ്ചിൻ സർക്യൂട്ടിലും കണക്ട് ചെയ്യും. അത്രേ ഉള്ളൂ. സിമ്പിൾ. ഇത് ഒരു ദിവസത്തേക്ക് എനിക്ക് തരുമോ? എന്തിനാ? എനിക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ. I know you like to party. I know you like to party. ഓ താങ്ക് യു. അപ്പൊ ശരി, വാ 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 വാ. എന്താടി അങ്ങോട്ട് നോക്കി ആഫ്രിക്കൻ താത്ത പാരൊക്കെ ആയിരുന്നു ആദ്യം. കണ്ണട നിന്നെ തന്നെ നോക്കുന്നുണ്ടല്ലോ. എന്താണ്? അയ്യടാ, എനിക്ക് നല്ല ഫുൾ സെറ്റ് ആയ ഒരു ചെക്കനെ മതി. അറ്റ്ലീസ്റ്റ് ഒരു ലംബോർഗിനി. നിന്നെ കാണാൻ വരുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതെ, എല്ലാം ഓക്കെ അല്ലേ? എടാ എല്ലാം റെഡിയാണല്ലോ? എല്ലാം റെഡിയാണ്. ദേ വരണോ? പെട്ടെന്ന് മെസ്സേജ് വരുന്നുണ്ട്. എന്താ എന്ത് പറ്റി? വണ്ടിക്ക് എന്തോ കംപ്ലൈന്റ്, സ്റ്റാർട്ട് ആവുന്നില്ല. അത്ര ഉള്ള നീ ഒന്ന് പിടിച്ച. ഇതൊക്കെ എന്ത് പെട്രോളൊക്കെ ഉണ്ടോ? എങ്ങോട്ട്? ആ നീ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ ശരിയാക്കി ഈ മരമണ്ടന് ഇതൊന്നും മനസ്സിലായി. കണ്ടിട്ട് മനസ്സിലായില്ലേ? ഓ ഇതാണ് വണ്ടി. ഇതൊക്കെ ഓഫായില്ലെങ്കിലും അത്ഭുതമുള്ളൂ. ഇതേത് കമ്പനി? ഏറുകളൊന്നും കാണുന്നില്ലല്ലേ? ചൈനയുടെ വണ്ടിയാണോ? അല്ല, എന്റെ വണ്ടിയാ. ചളിക്കൊരു കുറവില്ല. വണ്ടി ഓഫായതാ. മേക്കപ്പ് കളയാതെ ആ വിയർപ്പ് ഒഴുകി തുടച്ചു പറ്റിക്കോളൂ. കണ ഒന്ന് മാറിക്കേ. അതെ, ഈ ആൺകുട്ടികൾക്ക് ചെയ്യാൻ പറ്റാത്ത ചില കാര്യം പെൺകുട്ടികൾക്ക് ചെയ്യാൻ സാധിക്കും. അത് പ്രസവല്ലേ? അതെ, ഒരുക്കണോ? കണ്ടോ? എന്തായി കാണിക്കണം? അതെ, മേക്കപ്പ് പോകാതെ വിയർപ്പ് തുടച്ചു. ഇനിയും ചാടി നോക്കി. മാറ്, എല്ലാരും അങ്ങ് മാറി. ഞാൻ നീ നോക്കിക്കോ, ഇവനെയും കൊണ്ട് ഞാൻ പറക്കടി.